ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഗോവയിലെ പ്രശസ്തമായ ഒരു മ്യൂസിയത്തിലാണ്. ബിഗ് ഫുട്ട് മ്യൂസിയം. ബിഗ് ഫുട്ട് മ്യൂസിയത്തിൻ്റെ മനോഹരമായ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്നും 32 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലൗട്ടോലിം ഗ്രാമത്തിലുള്ള ഒരു മ്യൂസിയവും തീം പാർക്കുമാണ് ബിഗ് ഫുട്ട് വെൽക്കം മ്യൂസിയം. തെക്കൻ ഗോവയിലാണ് ലൗട്ടോലിം ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. Ancestral Goa, or Bigfoot as it is also known. Bigfoot because the legendary imprint of the foot of a virtuous man whose character and penance pleased God so much that he was lifted to heaven is found in this place. Ancestral Goa offers you a glimpse of what Goa looked like and how life in his paradise on earth was a couple of decades ago. Behind you, by the side of the main entrance, is the fan of those times. A thick cloth tied to a pole was moved pulling the attached rope, thereby stirring the air to provide a cool environment to those seated below. Opposite that, you can see the palanquin, the mode of transport for the landlords. While the master and his mistress would seat in the palanquin, 4 able-bodied men employed as porters would lift it on their shoulders or heads and carry it. In front of you is a picture of Sant Mirabai carved out of a single laterite stone. Maendra Alvares, who conceptualized Ancestral Goa, single-handedly sculpted this image by using traditional tools. His labor of love has been recognized as the longest sculpture on a single laterite rock in India. Let us go up to have a glimpse of life in Goa then. As you move into the recreated village at different places, you will be explained through the sound system. Listen carefully and please move on as and when you are requested to do so. Thank you. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഈ മ്യൂസിയം ഗോവയിലെ ഗ്രാമീണ ജീവിതം എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ മിനിയേച്ചർ കൂടിയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ എല്ലാ പഴയ ഗ്രാമീണരുടെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശില്പങ്ങളായിട്ടും ഒരു തീമാണ്, എല്ലാ തീമും അവിടെ കാണാൻ പറ്റും. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓഡിയോ കൂടി അവിടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഓരോ സ്ഥലങ്ങൾ, ഓരോ ഇതിലും നമ്മൾ ഓരോ തീമിലും നമ്മൾ പോകുമ്പോഴും അവിടെ നമുക്ക് അതിൻ്റെ ഓഡിയോ നമുക്ക് കേൾക്കാൻ പറ്റും. എന്താണ് അത്? വലിയ ഒരു സ്ഥലമാണ്, പരന്ന് കിടക്കുന്ന വലിയൊരു സ്ഥലത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു ഒറ്റ കല്ലിലുള്ള ഒരു ശില്പമുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശില്പമാണ് ഒറ്റക്കല്ല്. അതായത് നമ്മുടെ ലാറ്ററൈറ്റ് സ്റ്റോൺ ഉണ്ടല്ലോ, അതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശില്പം, അതും അവിടെയാണുള്ളത്. പ്രശസ്ത കലാകാരനായ മാൻദ്ര അൽവാരസ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചതും ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നത്. 100 രൂപയാണ് എൻട്രി ഫീസ്. ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട്. 100 രൂപയാണ് എൻട്രി ഫീസ് ഒരാൾക്ക് വരുന്നത്. കൂടാതെ ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജും വരുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ 50 രൂപയും വരും. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശന സമയം. The water evaporated due to the heat from the bright sun, we got salt. Let us
now move ahead. ഫാമിലി ആയിട്ടാണ് പോയത്. ഒരുപാട് സമയം അതിൽ സ്പെൻഡ് ചെയ്തു. ഒരുപാട് സമയം എടുക്കും നമ്മളിത് മുഴുവൻ കറങ്ങി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ലൊരു സ്ഥലമാണ്. കുറച്ച് മഴയുണ്ടായിരുന്നു പോകുമ്പോൾ, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. അതിൻ്റെ നടുക്കാണ് ഇവർ ഓരോ ടീമും അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പഴയ ഗ്രാമത്തിലെ ഓരോരോ കാര്യങ്ങൾ, താമസിക്കുന്ന വീടായാലും ശരി, അവരുടെ കൃഷി, അവരുടെ ഭക്ഷണം, അവരുടെ ജോലി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിച്ചിരിക്കുന്നു. Patron Saint Anthony is prominently displayed in the hut, and they would pray to him before venturing into the sea. Please climb the few steps to have a look at the life in the interiors where the farmers or agricultural laborers live. After climbing the steps, to your right is the house of Goan with mud walls and cow dung plastered floor. Their traditional attire, kapot for ladies and kashti for the gents, hangs in the balcony. The kapot is a sari draped in a unique style and with a signature print in basically 3 colors. Goan's wife Catherine is wearing the red kapot as she cleans rice in her veranda. The satisfied farmer had a song on his lips and a cheer in his heart that was very often expressed through songs with the gumot, a percussion instrument made of an earthen pot that had one end covered with a knife as an accompaniment. Incidentally, the gumot was used by all communities for this celebration. Up on your left is Martin, the toddy tapper. Returning home with the toddy in his pot and the kati, the special sickle used to prune the coconut fluorescence to extract the toddy, from which Goa's elixir, coconut veni, is distilled. Behind you is the kettle shed, which was there in most households. All the implements like the plough, the leveler, etc., that were required to till the land are displayed here. Each kettle head had a different bell tied around its neck, so that the farmer could identify it with the sound of the bell. Did you notice the different types of beanies used in those times? There they are in the glasses, made by rolling tobacco in the leaves of jackfruit, banana, kuda plant, etc. But most significantly, every cow shed had a tortoise shell kept on top, as it was believed that this shell had a calming effect on the animals. Note the mud and cow dung plastered pot, the thermos flask of those days. Next to the cow shed is the haystack, where the fodder for the ruminating animal was stacked. Opposite the haystack is a typical cashew fairy distilling unit. The cashews are collected twice a day by the family members. The women folk separate the nut from the apples and the men crush the apples under their feet. The juice is collected in pots for fermentation. Once fermented, it is put in the big pot and boiled. Vapors are collected in the small pot where they are condensed by pouring water on the pot, and the resultant first distill is called urak, which is a light drink and is mostly consumed during the summer months. Urak mixed with more fermented juice is once again distilled, and the second distill is the cashew fairy, quite a potent drink. The nuts were roasted and kernel was removed from them by cracking the nut open, as the lady in green sari is doing. From the remaining nut shell, oil was extracted from and used to waterproof boats and also as a pesticide. Ahead is a cross. Such crosses dot the Goan landscape as they were erected anywhere and everywhere, but with a purpose, either in memory of a person who died there or at lonely places so that passerbys could get solace with the thought that God is with them.
കുറേ ഷോർട്സ് എടുക്കും. mouth of the cow's spring. The spring fulfilled many needs of the villagers. While the animals waded in its waters to cool down, the women folk used it to wash their clothes and utensils. As we can see Shantu doing, a tub covered out of laterite stone to soak the clothes was usually kept by the side of the spring. Naturally available berries called rito were used to cleanse the body. Let us now go ahead to visit Nandu, the village potter. In those days, the potter was a very important person. Here you can see the various stages involved in preparing the clay item, ranging from sieving the sand to polishing the final piece and baking it. Note the change in clothing at every stage of work, including the different attire worn by those marketing. Next to Nandu's house is Inas's house. He is the local carpenter and his house doubles up as a workplace too. Here we can see Inas's wife feeding her child behind the curtain. The carpenters of those times amalgamated Western patterns with Indian motifs to prepare truly artistic furniture that is so fascinating even in present times. The tools of the carpenter's trade along with their clothes are on display. Behind you is the Goan shepherd called Maendra, who live in the hills of the Sayatis and tend to mostly goats. They also had some cattle heads. At times, especially during the sowing and harvesting season, he came down to the plains, helped the farmers, and in return took away grain for his consumption. The Gangar always carried a towel, which covered up as a turban, protecting from the blazing sun. It is a popular belief that everybody and every place has a Ganguli. Here by the side of the
മെയ്ഡാണ് തന്നെ. ഗോവ ഹാൻഡ് മെയ്ഡ് കപ്പുകൾ വാങ്ങിയില്ലേ. ഇതൊക്കെ പണ്ട് നമ്മൾ ഡോറിനൊക്കെ കൊളത്തിയുള്ള സാധനം അല്ലേ. പൊറോട്ട പൊറോട്ട സൗണ്ട് ഇട്ടില്ല. ഒരു വെട്ട് കൊണ്ട് രണ്ടുമാണ്. അത് വെച്ചോ, അല്ലാണ്ട് മനസ്സിലാവാ. ഇതെന്തോ കുട്ടികളെ കൊണ്ട് നാട്ടിൽ വളയുന്നുണ്ട്. അത് വെച്ച് തരും മ്യൂസിക്. അവരോട് പറ വെക്കാൻ പറഞ്ഞു. The gram seller. The grams would be baked in the presence of the customers itself. Would you like to taste some? Then go ahead and purchase them if Gonpot's assistant is around.
പഴയ കൾച്ചറാണ് ഇതിലുള്ളത്. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോകാം. പഴയ വില്ലേജ്. Behind you, the two laterite stone columns you see is what was called Goan. It was a raised platform to provide some rest and relief to people carrying heavy loads on their heads. The person would just slide the load on the platform, rest for some time, and then slide the load back onto the head and proceed. They also served as milestones. To your left, a few steps ahead, is the barber Kashinath, who used to sit either under a shady tree or in the tinto itself and give the men their haircuts and shaves. The barber also had another important role to play in the village of making matches and at times also carrying tales. Go ahead and climb the 2 steps and enter Donna Maria's courtyard. A typical landlady of those times. Here I am seated in my balcony, enjoying the view of my garden with my pet dog Jimmy. My clothes are a combination of various cultures where the Portuguese had their colonies. My hair is styled the Japanese way. The blouse is a modification of the Chinese tunic. My skirt is an adaptation of the Southeast Asian sarong. And to give it an Indian touch, I have this dupatta on my shoulder. My house has a high plinth and a number of steps leading to it, not only to elevate the house, but also to provide a place for all others to sit and chat in the evening. You can see that the well is a part of my kitchen, so that my servants could easily draw the water whenever required. Note all the earthen utensils we used, not only for cooking, but also for storage, like that dorm there. You must have heard of smoked Goan sausages. Well, here you can see them hanging above the fireplace to get smoked naturally, along with the onions that we use in our cooking. Thank you so very much. I'm sorry I could not serve you anything, but please go down the steps and stop at the tavern. ചേച്ചി
Goa, it is good for stomach, for acidity problem, gas problem, for stomach, for blood, so 34 digestion. ഇന്ന് വേണ്ട അങ്ങെത്തിട്ട് പിടിക്കാം അങ്ങെത്തിട്ട് പിടിച്ചാലോ റോട്ട് 20 രൂപയുള്ളൂ When you will get in liquor shop, not please not allowed. बचते हैं उनसे तेल निचोड़ा जाता है। इस तेल को लगाकर नाव को जल रोधक बनाया जाता था। आपके आगे एक क्रॉस है। इस प्रकार के चिन्ह आपको जहाँ कहीं भी दिखेंगे। इनका उद्देश्य होता था या तो किसी इंसान की मृत्यु के स्थान पर स्मृति के तौर पर या सुनसान जगहों पर, ताकि यात्रियों को इस बात से आश्वासन हो कि भगवान उनके साथ हैं। Blacksmith, a person who picks up a piece of solid iron. आप उसमें बैठकर गोवा की स्थानीय लॉ होने का अनुभव ले सकते हैं। चाहे तो तस्वीरें खींच ले सकते हैं, लेकिन कृपया शीघ्रवासी, क्योंकि आपको कुछ ही मिनट मिलेंगे। हमें आगे बढ़कर മാമേ Mohan, the head of Kumbi community.
അടുത്തതായി പോകുന്നത് ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായ ബിഗ് ഫൂട്ട് കാണാനാണ്. ബിഗ് ഫൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാളുടെ ഒരു കാൽപാദമാണ്, ഒരു പാറയിൽ ഇങ്ങനെയുള്ളൊരു കാൽപാദം. അത് കാണാനാണ് ഇനി പോകുന്നത്. ബിഗ് ഫൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ധനികനായ ഒരു മനുഷ്യൻ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര് മഹാദർ എന്നാണ്. അദ്ദേഹത്തിന് ഈ ദരിദ്രരോടൊക്കെ ഭയങ്കരമായ അനുകമ്പയായിരുന്നു, പാവങ്ങളോട് ഭയങ്കര സ്നേഹവും. അങ്ങനെ ഇയാളുടെ എല്ലാ സ്വത്തുക്കളും എല്ലാം ഈ പാവങ്ങൾക്ക് വേണ്ടി ചിലവാക്കി അങ്ങനെ അയാൾ എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഈ മഹാദർ. അദ്ദേഹം ഒരു നല്ലൊരു ഭക്തനും കൂടിയായിരുന്നു. അങ്ങനെ ദൈവം അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം നൽകി. അതായത് അദ്ദേഹം ഒരു ദയാലുവായൊരു മനുഷ്യനാണ്. മനുഷ്യർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചൂടുള്ള ഒറ്റ പാറയിൽ നിൽക്കാൻ ദൈവം അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ അതിലിങ്ങനെ നിൽക്കുകയും അങ്ങനെ ദൈവം അദ്ദേഹത്തെ പ്രസാദിക്കുകയും അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കാൽപാദം ഇന്നും അവിടെ തന്നെ, ആ ഒറ്റ കാലിൽ നിന്ന് പ്രാർത്ഥിച്ച ആ കാൽപാദം ഇന്നും അവിടെ തന്നെയുണ്ട്. അതിൻ്റെ അവശേഷിപ്പാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഈ ബിഗ് ഫൂട്ട് മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു അമ്പലം പോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കപ്രി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര സൂപ്പറായിട്ട് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേൾഡ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ലയൺ, അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ, എനിക്കറിയില്ല. അടുത്തതായി കാണാൻ പോകുന്നത് ഈ ബിഗ് ഫുട്ട് മ്യൂസിയത്തിലെ മറ്റൊരു അത്ഭുതമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാറ്ററൈറ്റ് ശില്പം, ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശില്പം, മീരാബായിയുടെ ലാറ്ററൈറ്റ് ശില്പം കാണാനാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രശസ്ത ശില്പിയായ മേന്ദ്ര ജൊസേലിനോ
അറൗജോ അൽവാരസ് ആണ്. 14 മീറ്റർ ഉയരവും 5 മീറ്റർ വീതിയുമുള്ള ഒരു ശില്പമാണിത്. ഏകദേശം 30 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇത് കൊത്തിയെടുത്തത്. കഴിഞ്ഞ 30 വർഷത്തിനിടെ 3 കോടിയിലധികം ആൾക്കാർ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുകയും ഈ ലാറ്ററൈറ്റ് ശില്പം കാണുകയും ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ശില്പമാണിത്. ഒറ്റക്കല്ലിൽ ഇങ്ങനെ കാണാം, നിലത്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ദിസ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. ഇതിലേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ. മ്യൂസിയത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ. വേൾഡ് ഫേമസ് മ്യൂസിയത്തിൻ്റെയും തീം പാർക്കിൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാഴ്ചകൾ ഉള്ളതുകൊണ്ട് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ എടുക്ക. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് നീ എടുക്കണം.